Sorry, it's DJ. Hi friends, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ SUB4SUB. അപ്പോൾ നമ്മുടെ പുതിയ യൂട്യൂബേഴ്സിനൊക്കെ പറ്റിയ സബ്സ്ക്രൈബറെ കൂട്ടിക്കൊണ്ടുവരുന്നൊരു വരിയാണ്. അപ്പോൾ നിങ്ങളത് കേൾക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ് SUB4SUB എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ SUB4SUB എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ബോക്സിലൊന്നും ഇല്ല. എന്നാലും വേറെ എക്സാമ്പിൾ പറയാം. എൻ്റെ വീഡിയോയുടെ അടിയിൽ ഇപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റൊക്കെ ഇട്ടു. ഇപ്പോൾ ഞാൻ കമൻറ്റ് ഇട്ടപ്പോൾ ഒരാൾ ഇങ്ങനെ അയച്ചു, ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യും 1000% ഉറപ്പ്. അപ്പോൾ അങ്ങനെ ഇടുന്നതായാലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിത് കേട്ടോ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ മിക്കവാറും ടെർമിനേറ്റ് ആയി പോകാൻ സാധ്യത കൂടുതലാണ്. കാരണം യൂട്യൂബിന് കുറച്ച് പോളിസീസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ അതെങ്ങനെയാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ തിരിച്ച് സബ്സ്ക്രൈബ് എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും നിങ്ങൾക്ക് പണി കിട്ടും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് പേസ്റ്റ് ചെയ്യുന്നവരോട്, അവരോടാണ് മെയിനായിട്ട് പറയാനുള്ളത്. കാരണം അവരിപ്പോൾ ലിങ്ക് പേസ്റ്റ് ചെയ്യുന്ന നമ്മുടെ യൂട്യൂബിൻ്റെ പോളിസി അതിന് നമ്മളെതിരാണ് ലിങ്ക് പേസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫേസ്ബുക്ക് വാട്സപ്പ് അങ്ങനെ വരും വീഡിയോ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് പേസ്റ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ലിങ്ക് പേസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ആ യൂട്യൂബറിൻ്റെ നമ്മുടെ ആ യൂട്യൂബ് ചാനലിൻ്റെ ഓണർ, അപ്പോൾ ആരുടെ യൂട്യൂബ് ചാനൽ വീഡിയോയുടെ അടിയിലാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അവർക്കത് ദേഷ്യം പിടിച്ചില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, നിങ്ങളുടെ കമൻറ്റിൻ്റെ സൈഡിൽ ഒരു 3 ഡോട്ട് ഉണ്ടാവും, അവിടെ പിടിച്ച് വെക്കുമ്പോൾ റിപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ചാനൽ റിപ്പോർട്ട് ചെയ്താൽ അപ്പോൾ അങ്ങനെ പോകും. അപ്പോൾ നിങ്ങൾ ചുമ്മാ നമ്മളെ പണി മേടിച്ച് കൂട്ടണ്ട. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ലിങ്ക് ഇടണ്ട, നമ്മൾ ഇടണേ കുഴപ്പമില്ല. പിന്നെ എങ്ങനെ ഇടേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കാണുമോ അങ്ങനെ കിട്ടും. പക്ഷേ ലിങ്ക് വേസ്റ്റ് ചെയ്യരുത്. ആ മെയിനായിട്ട് ഞാൻ പറയാം, ലിങ്ക് വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ വീഡിയോ കാണുമോ എന്നൊക്കെ പറഞ്ഞ് ഏട്ടാ കുഴപ്പമില്ല, ലിങ്ക് വേസ്റ്റ് ചെയ്യരുത്. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ ചാനലിൻ്റെ അടിപ്പോൾ ലിങ്ക് വേസ്റ്റ് ചെയ്താൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ആ 3 ഡോട്ടിൽ പിടിച്ചിട്ട് നിൽക്കും. ഒന്നെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് അങ്ങനെയൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് നിങ്ങൾ എന്തൊക്കെയാലും എന്തെങ്കിലും നിങ്ങളുടെ ചാനൽ ക്ലിക്ക് ആവുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ അങ്ങനെ ചെയ്ത് കോപ്പി സ്ട്രൈക്ക് കഴിഞ്ഞ് വന്നാൽ നിങ്ങളുടെ ചാനൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ രണ്ടാമത്തെ പ്രോബ്ലം, നിങ്ങളിപ്പോൾ മറ്റുള്ള ചാനലിൽ അടിയിൽ പോയിട്ട് SUB4SUB എന്ന് വെച്ചാൽ ഞാൻ പറയാം, ഇപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തിരിച്ച് ചെയ്യും 1000% ഉറപ്പ്. അങ്ങനെ ചെയ്യുന്ന കുറേ പേരുണ്ട്. ഞാൻ കുറേ വലിയ യൂട്യൂബറിൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ അങ്ങനെ ചെയ്ത് നിങ്ങൾ അവരുടെ ഇപ്പോൾ ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളിപ്പോൾ അങ്ങനെ വായിച്ചിട്ട് അവരുടെ ചാനലിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ അത് നിങ്ങൾക്ക് പണി കിട്ടും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ വീഡിയോ കാണാതെ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ പണി കിട്ടും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ വീഡിയോ ഹാഫായിട്ട് കാണുക, അല്ലെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടാൻ സാധ്യത കുറവാണ്. പിന്നെ ഫ്രണ്ട്സ് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ SUB4SUB കുറിച്ച്, മറ്റേ യൂട്യൂബ് പോളിസി. അപ്പോൾ നിങ്ങളിപ്പോൾ എങ്ങനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അങ്ങനെ ചെയ്യേണ്ടിരിക്കും. അപ്പോൾ പിന്നെ യൂട്യൂബ് തന്നെ മാറ്റിക്കോളും. അങ്ങനെ കുറേ ദിവസം കുറഞ്ഞവർ നമ്മുടെ കുഴപ്പങ്ങൾ കുറഞ്ഞവർ വരും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കും. ഇനി നമ്മുടെ മൂന്നാമത്തെ പ്രോബ്ലം എന്താണെന്ന് പറയാം. മൂന്നാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ചാനൽ അടിപ്പെട്ട് സബ്സ്ക്രൈബ് തിരിച്ചു ചെയ്യും അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഇട്ടു. ഇപ്പോൾ എനിക്ക് എക്സാമ്പിൾ, അപ്പോൾ എനിക്ക് കുക്കറി ചാനലാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾ ടെക്കാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൻ്റെ എൻ്റെ ചാനലല്ല വേറെ ആളുടെ ചാനലിൻ്റെ അടിയിൽ പോയിട്ട് ഇട്ടു, സബ്സ്ക്രൈബ് ചെയ്ത് തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടു. അപ്പോൾ ഞാനത് കണ്ടിട്ട് ഞാൻ നിങ്ങളുടെ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ എനിക്ക് ടെക്ക് ഇഷ്ടമല്ല, ഞാൻ കാര്യമായിട്ടല്ല എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് ടെക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ ചാനൽ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താ എനിക്ക് ടെക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ ചാനൽ ചുമ്മാ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളുടെ അവിടെ ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടെക്ക് ഇഷ്ടമില്ലാത്തൊരു കുറേ പേര് നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യും. ഇങ്ങനെ പറഞ്ഞ് SUB4SUB പറഞ്ഞ് അങ്ങനെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസിന് വ്യൂസ് കിട്ടില്ല. കാരണം ഇവർക്ക് ഇപ്പോൾ കുക്കിലാണ് ഇവർക്ക് ഇഷ്ടം. അപ്പോൾ അവർ അതിലോട്ടാണ് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ ടെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്തൊക്കെയായാലും നമ്മുടെ ചാനലിൽ നോക്കാൻ പോകില്ല, തിരിഞ്ഞുപോലും നോക്കില്ല അവർ. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് വഴി കൂടെ നമ്മൾ ഫ്രണ്ട്സ് നമ്മുടെ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഫ്രണ്ട്സ് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ കാണുന്ന ബെല്ലൈക്കൻ എപ്പോഴും പറഞ്ഞ പോലെ പൊട്ടിച്ചേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. Sorry, it's DJ.